സത്യം പറഞ്ഞാലുണ്ടല്ലോ, മാക്സിമം ഒരു 12 വയസ്സ് വരെ പ്രായമുള്ളവരെ മാത്രമേ കുട്ടികൾ എന്ന രീതിയിൽ പരിഗണിക്കാൻ പാടുള്ളൂ. അവർക്ക് മാത്രമേ ജുവനൈൽ നിയമം എന്ന പരിഗണന നൽകാൻ പാടുള്ളൂ. അതിനുശേഷമുള്ള പ്രായക്കാർക്ക് മൊത്തം സാധാ നിയമ രീതിയുടെ ആവശ്യമേ ഉള്ളൂ. ക്രൈമിന്റെ വ്യാപ്തിക്കനുസരിച്ച് അവനൊക്കെ അർഹതപ്പെട്ട ശിക്ഷയും കിട്ടണം. പറഞ്ഞു വരുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലെ സംഭവത്തെ കുറിച്ച് തന്നെയാണ്. കേട്ടില്ലേ അവന്റെയൊക്കെ ആ വോയിസ് മെസ്സേജ്? പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് സഹപാഠിയെ ക്രൂരമായി കൊന്നു വന്നിട്ട് എത്ര കൂസലില്ലാതെയാണ് അവൻ സംസാരിക്കുന്നത്. ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും, കൂട്ടത്തലിൽ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ല. ഇതൊക്കെയായിരുന്നു ആ ആക്രമണത്തിന് ശേഷം ഇവന്മാരുടെ ചർച്ച. അവന്റെയൊക്കെ ആ ധൈര്യം കണ്ടില്ലേ? സത്യം പറയാലോ, ഇവന്മാരെ പോലുള്ളവരെ ഒന്നും സമൂഹത്തിൽ വെച്ച് വാഴിക്കാൻ പാടില്ല. എന്തായാലും ആ സംഭവം ഒന്ന് വിശദീകരിക്കാം. എന്താണ് കൊല്ലപ്പെട്ട ഷഹബാസിന് സംഭവിച്ചത്? കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ പരിപാടിക്കിടെ MJHSSലെ കുറച്ച് കുട്ടികൾ അവതരിപ്പിച്ച ഡാൻസിന്റെ പാട്ട് നിന്നുപോയി. അതോടെ അവർക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ സമയം താമരശ്ശേരി സ്കൂളിലെ ഏതാനും കുട്ടികൾ ചേർന്ന് കൂവി. ഇതോടെ ഈ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നൊക്കെയോ കലിപ്പ് കയറി. അതോടെ പരസ്പരം വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. അതായത് ഈ MJHSS താമരശ്ശേരി സ്കൂളിലെ കുട്ടികളും. ആ വാക്കേറ്റം പതിയെ കയ്യാങ്കളിയിലേക്കൊക്കെ എത്താൻ തുടങ്ങിയപ്പോഴേക്കും അധ്യാപകർക്ക് ഇടപെട്ട് രംഗം ശാന്തമാക്കി. പക്ഷേ അവന്മാരുടെ ഉള്ളിലെ കലി അങ്ങനെയൊന്നും കെട്ടടങ്ങില്ല. അത് തല്ലി തീർക്കാൻ തന്നെ അവന്മാർ പദ്ധതിയിട്ടു. ഇതിന്റെ ഭാഗമായി MJHSS സ്കൂളിലെ 15ഓളം വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ഇതിനു വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. പിന്നെ എങ്ങനെ തല്ലണം, എന്ത് വെച്ച് തല്ലണം എന്നൊക്കെ പ്ലാനും ഇട്ടു. അതിന്റെ ഇടയ്ക്ക് ഒരുത്തൻ ഞാനവന്മാരെ കൊല്ലും എന്ന് ശപഥവും എടുത്തു. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. ഓർക്കണം, വെറും 15 വയസ്സുകാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ആ കാലഘട്ടം ഒന്ന് ഓർത്തു നോക്കിക്കേ. ഹോംവർക്ക് ചെയ്യാൻ മറന്നതിന് ടീച്ചർമാരുടെ തല്ല് മേടിച്ച് നടന്ന കാലം, സെന്റ് ഓഫിന് പപ്സും ലൈമും തിന്ന് ഓട്ടോഗ്രാഫും എഴുതി പിരിഞ്ഞ കാലം. ഇന്ന് കാലം മാറി, പിള്ളേർക്കൊന്നും കുട്ടിത്തം എന്നൊന്ന് ഇല്ലേയില്ല. സോഷ്യൽ മീഡിയയും സിനിമകളും ഒക്കെ കണ്ട് ഏതൊക്കെയോ പേരറിയാത്ത ലഹരിയൊക്കെ അടിച്ചു കയറ്റി തലതെറിച്ച ഒരു കൂട്ടം ആയിട്ടാണ് ഇവന്മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും പേടിയില്ല. വേണ്ടി വന്നാൽ മാതാപിതാക്കളെയും തല്ലും, ടീച്ചർമാരെയും തല്ലും. നമ്മുടെ സിസ്റ്റം പിന്നെ ഇങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഇവന്മാർക്ക് എളുപ്പവുമാണ്. എന്തായാലും വിഷയത്തിലേക്ക് തിരികെ വരാം. താമരശ്ശേരി സ്കൂളിലെ കുട്ടികളും എത്തിയതോടെ ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. ഈ ഏറ്റുമുട്ടലാണ് ഷഹബാസിന്റെ തലയ്ക്ക് പരിക്കേറ്റത്. 5 പേര് ചേർന്ന് അതിക്രൂരമായിട്ടാണ് ഷഹബാസിനെ ഇവന്മാർ ആക്രമിച്ചത്. ഈ ആക്രമിച്ചവരിൽ ഒരുത്തന്റെ അച്ഛൻ അത്യാവശ്യം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുമുണ്ട്. ഈ കരാട്ടെ പരിശീലകരൊക്കെ ഉപയോഗിക്കുന്ന നഞ്ചക്ക് ഉപയോഗിച്ച് ഇവന്റെ തലയ്ക്ക് ഒരുപാട് തവണ ഇവന്മാർ ആഞ്ഞു തല്ലി. അങ്ങനെ തല്ലി ഷഹബാസിന്റെ കണ്ണ് വരെ പുറത്തേക്ക് തള്ളി വന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിലും ഈ നഞ്ചക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വളരെ അപകടം പിടിച്ച ഒന്നാണ്. അത് വെച്ച് കൈക്കോ കാലിനോ ഒന്ന് കിട്ടിയാൽ പോലും അവിടെ ഒടിഞ്ഞു തൂങ്ങുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് മാരകമായ ഒരു സാധനമാണത്. അപ്പോ അത് വെച്ച് തലയ്ക്കൊക്കെ തല്ലി എന്ന് പറഞ്ഞാലോ, ഹോസ്പിറ്റലിലേക്ക് ഈ പയ്യനെ കൊണ്ടുപോയപ്പോൾ തലച്ചോറിന് 70% ക്ഷതം ഏറ്റു എന്നാണ് ഡോക്ടർമാരും പറഞ്ഞത്. എന്നാലും ഇതുകൊണ്ടൊക്കെ തന്നെ ഇവന്മാർ ഷഹബാസിനെ കൊല്ലണം എന്ന് കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ സംഭവം കഴിഞ്ഞ് ആ സ്പോട്ടിൽ നിന്ന് പുറത്ത് പരിക്കൊന്നും കാണാത്തതിനാൽ തന്നെ ഷഹബാസിനെ കൂട്ടുകാരൊക്കെ ചേർന്ന് അവരിൽ ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ അവൻ വഴിയിലൊക്കെ ഛർദ്ദിച്ചിരുന്നു. സുഹൃത്തിന്റെ വീട്ടിൽ പോയി കുറച്ചു നേരം കിടന്ന ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിച്ച് പയ്യൻ തളർന്നു കിടക്കുന്നത് കണ്ട വീട്ടുകാര് കുട്ടിയെ വേഗം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കൊക്കെ എത്തിച്ചു. പക്ഷേ ഷഹബാസിന്റെ നില അതീവ ഗുരുതരമായതിനാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ കൊണ്ടുപോയി. അവിടെ വെച്ച് രാത്രിയിലാണ് ഷഹബാസ് മരണപ്പെട്ടത്. ഈ വിവരമറിഞ്ഞ് തല്ലിയ കൂട്ടർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ചർച്ചകൾ
പരിശോധനകളൊക്കെ നടത്തി. അപ്പോഴും ഇവന്മാർക്കൊന്നും കുറ്റബോധമോ പേടിയോ അല്ല. ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ കൊല്ലും, കൊന്നിരിക്കും എന്ന ആവേശമായിരുന്നു അവർക്കൊക്കെ തന്നെ. തുടർന്ന് ആരോപണ വിധേയരായ 5 വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുടെ ഒന്നും പേരോ വിവരമോ ഒന്നും പുറത്തുവിടാനാവില്ലല്ലോ. ജുവനൈൽ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ളവന്മാരൊക്കെ കുട്ടികളല്ലേ. എന്തായാലും ഈ കുട്ടി ക്രിമിനലുകളെ പിടികൂടി രക്ഷിതാക്കൾക്കൊപ്പം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കിയെങ്കിലും ഇവരെ വീട്ടിലേക്ക് വിട്ടയച്ചു എന്നാണ് കോഴിക്കോട് റൂറൽ SP പറയുന്നത്. കുട്ടി അത്യാസന്ന നിലയിലാണെന്നും മരണപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്നും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ പ്രതികളെ വിട്ടയക്കാൻ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു അത്രേ. എങ്ങനെയുണ്ട്? പ്രതികളുടെ വീട്ടിൽ പോലീസ് പരിശോധനയൊക്കെ നടത്തി ഗൂഢാലോചനയിൽ മുതിർന്നവർ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യും. മുതിർന്നവർ ഉൾപ്പെട്ടുവെങ്കിൽ അവരെ പ്രതിയാക്കുമെന്ന് SP വ്യക്തമാക്കി. എന്നാലും ഇവന്മാർക്ക് പേടിക്കാനൊന്നുമില്ല. ഇവിടെ അവന്മാർ ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇനിയും ഇവന്മാർക്കൊക്കെ ഇതുപോലെ ചെയ്തു കൂട്ടാനുള്ള വളമായല്ലോ. കോമ്പസ് കൊണ്ട് ദേഹം മൊത്തം കുത്തിപ്പറിച്ച് അതിൽ ഹാൻഡ് വാഷ് ഒഴിച്ച് റാഗ ചെയ്തവന്മാരിൽ എത്ര പേര് ഇന്ന് ജയിലിലുണ്ട്? ടോയ്ലറ്റിലെ വെള്ളം കുടിപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ചവന്മാരിൽ എത്ര പേര് ഇന്ന് അകത്തായിട്ടുണ്ട്? ഇവിടെ എന്ത് ക്രൈം ചെയ്താലും ഈ ക്രിമിനലുകൾക്കൊക്കെ തന്നെ ഊരിപ്പോരാൻ നമ്മുടെ സിസ്റ്റം വെച്ച് വളരെ ഈസിയാണ്. അതെ, ഇനിയും കൊല്ലും കൊലയും ഒക്കെ തുടരും. ഇന്ന് ഞാൻ നാളെ നീ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ഊഴം എന്നാണാവോ? എന്തായാലും ഇന്നത്തെ അവസ്ഥയിൽ ജീവനിൽ കൊതിയുള്ളവർ കിട്ടിയ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി കേരളം വിട്ടോളൂ. അതാണ് നല്ലത്. ഇവിടെ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുക എന്ന് വെച്ചാൽ ഇത്തിരി പാടാണ്.